നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഒരു പൈൽ റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ വളരെ വ്യക്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം തോന്നിയാൽ അത് വെച്ച് നീട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു വ്യക്തത കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്ത് കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. കള്ളത്തരം കാണിക്കാനോ മറ്റുള്ളവരെ ചതിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഇനി അറിയാതെ ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചാൽ പോലും അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കാറുണ്ട്. ആ ഒരു തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാതെ നേരെ പറയുന്ന ആളുകളാണ്. കൂടാതെ ഏതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നത്തെയും ബുദ്ധിപൂർവ്വം നേരിടാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. പഠനത്തിലായാലും ജോലിയിലായാലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ട്. അതായത് പ്രതിസന്ധികളെ കണ്ട് ഭയന്ന് ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോവാറില്ല. എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിനെ നേരിടാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ട്. സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. മറ്റുള്ളവരോടെപ്പോഴും നീതിപൂർവം പെരുമാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. തെറ്റ് കാണുന്നിടത്ത് പ്രതികരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതൊരു പുതിയ ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധമോ ആകാം. ഈ ഒരു തുടക്കം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളൊക്കെ മാറി വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ഇവിടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സമയമാണിത്. മാനസികമായും ശാരീരികമായും വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും കൂടുതൽ ഉന്മേഷത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ബന്ധങ്ങളിൽ മുൻപുണ്ടായിരുന്ന പിണക്കങ്ങളും സംശയങ്ങളുമൊക്കെ മാറാനും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ആ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കം കുറിക്കാനുമൊക്കെയുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള ആളുകളാണ്.
മടി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് താല്പര്യം. അതായത് ഏത് കാര്യത്തിനും ഉത്സാഹമുള്ള വളരെയധികം ഊർജ്ജസ്വലമായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ട്. ഇപ്പോൾ കലയിലായാലും എഴുത്തിലായാലും ഡിസൈനിങ്ങിലായാലും അതേപോലെ തന്നെ ബിസിനസ്സിലായാലുമൊക്കെ പുതുമയും വ്യത്യസ്തമായ ചിന്താഗതിയും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾക്കൊരു ഭയവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും പരിചയമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കാനുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് താല്പര്യമുണ്ടെന്നുള്ളതാണ്. പ്രതിസന്ധികളെ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിൽ ഒരു ആവേശം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആളുകളെ നയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉറപ്പിച്ചാൽ അത് നേടിയെടുക്കാനായിട്ട് പരമാവധി നിങ്ങൾ പരിശ്രമിക്കുന്നവരാണ്. അതായത് കഠിനാധ്വാനം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല. അതുപോലെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും തീരുമാനത്തിനും അനുസരിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ, ഭാഗ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങളോ എന്തെങ്കിലും ഓഫറുകളോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം കൈവരുന്നതാണ്. നിങ്ങൾക്ക് പരാജയം സംഭവിക്കുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യാനും അതിൽ ഒരു വിജയം കൈവരിക്കാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പ്രണയബന്ധത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാവുന്നതാണ്. അതേപോലെ തന്നെ പങ്കാളിയില്ലാത്തവർക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയൊരു ബന്ധം ആരംഭിക്കാനുള്ള ഭാഗ്യവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഇതുവരെ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന വഴികളെല്ലാം പെട്ടെന്ന് തുറക്കപ്പെടും. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ദൈവത്തോട് ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു ദൈവിക സംരക്ഷണം എപ്പോഴുമുണ്ട്. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നോ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നോ ഒക്കെ ആ ഒരു ശക്തി നിങ്ങളെ അത്ഭുതകരമായിട്ട് കാത്ത് സൂക്ഷിക്കുന്നതാണ്. ഇവിടെ ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ നടക്കില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.